പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഇപ്രകാരം പറയുകയാണ്: ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരാത്മാവിൻ്റെ വിശുദ്ധിയുടെ വിജയവീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവസ്വരം ശ്രവിച്ച് അത് പിൻചെല്ലുക എന്നുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. എൻ്റെ പ്രിയപ്പെട്ട ആടുകൾ, എൻ്റെ സ്വന്തം ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എന്നെ പിൻചൊല്ലുന്നു. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ മക്കളോ ആരുമായിക്കൊള്ളട്ടെ, അവർ വളരെ വൈകി രാത്രി തിരിച്ചു വരികയാണെങ്കിൽ വീടിൻ്റെ വാതിൽ വന്ന് മുട്ടുന്നു. അപ്പോൾ അകത്തു നിന്ന് ചോദിക്കുകയാണ്, ആരാണ്? അപ്പോൾ പുറത്ത് നിൽക്കുന്നവർ പറയുന്നു, ഇത് ഞാനാണ്, വാതിൽ തുറക്കുക. ഈ സ്വരം കേട്ട് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇതെൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെ വാതിൽ തുറന്നു കൊടുക്കുന്നു. വചനത്തിൽ പറയുന്ന പോലെ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എന്നതുപോലെ നമുക്ക് പ്രിയപ്പെട്ടവരുടെ സ്വരം നമുക്ക് ശ്രവിക്കാൻ പറ്റുന്ന പോലെ യേശുവിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നുണ്ടോ? അത് പറ്റണമെങ്കിൽ യേശുവുമായിട്ട് ആഴമുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് നമ്മൾ വളരണം. എൻ്റേത് എന്നുള്ള ആ ഒരു അടുപ്പത്തിലേക്ക്, എൻ്റെ സ്വന്തം എന്നുള്ളൊരു അടുപ്പത്തിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു, ഉയരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉയരുമ്പോഴാണ് യെശയ്യാ പ്രവചനത്തിൽ 30-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്ന പോലെ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്വരം എപ്പോഴും ശ്രവിക്കാൻ തക്കവിധം നമ്മുടെ ആത്മാവിനെ നമുക്ക് ശക്തിപ്പെടുത്താം. യേശുവുമായിട്ട് ആഴമുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് നമുക്ക് വളരാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.